മണലൂറ്റിയ ശേഷം മൊഗ്രാൽ പുഴയിൽ ഒളിപ്പിച്ചു വെച്ച 10 തോണികൾ പോലീസ് പിടിച്ചെടുത്ത് നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി പുഴ സന്ദർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസിന്റെ നടപടി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. മൊഗ്രാൽ പുഴയുടെ ഈ ഭാഗങ്ങളിൽ വ്യാപകമായി മണൽക്കൊള്ള നടക്കുന്നുണ്ടെന്ന് നേരത്തെയുള്ള പരാതികളാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി പുഴ സന്ദർശിച്ചിരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തിയ SP മണൽക്കൊള്ളയ്ക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ കാസർഗോഡ് DYSP CK സുനിൽകുമാറിന് നിർദ്ദേശം നൽകി. ഇതിന് പിന്നാലെയാണ് DYSP സുനിൽകുമാറിന്റെ മേൽനോട്ടത്തിൽ കുമ്പള ഇൻസ്പെക്ടർ KP വിനോദ് കുമാർ, പ്രൊബേഷണൽ SI ആനന്ദകൃഷ്ണൻ, ASI മനോജ്, DYSPയുടെ പ്രത്യേക ടീം എന്നിവർ ചേർന്ന് പുഴയിലെ വെള്ളത്തിൽ താഴ്ത്തി ഒളിപ്പിച്ചു വെച്ചിരുന്ന തോണികൾ കണ്ടെടുത്ത് നശിപ്പിച്ചത്. രാത്രി ഏറെ വൈകിയ ശേഷം നേരം പുലരുവോളം ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ച് വ്യാപകമായ രീതിയിൽ മണൽ വാരിയെടുക്കുന്ന മാഫിയ നേരം വെളുക്കും മുമ്പേ തന്നെ ആവശ്യക്കാർക്ക് മണൽ എത്തിച്ചു നൽകിയ ശേഷമാണ് മണലൂറ്റാൻ ഉപയോഗിച്ച തോണികൾ പുഴയിൽ മുക്കി ഒളിപ്പിച്ചു വെക്കുന്നത്. പിറ്റേ ദിവസം തോണി മുങ്ങിയെടുത്ത് മണലൂറ്റി കടത്തുന്നതാണ് ഇവരുടെ രീതി. ഈയൊരു രീതി അവലംബിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ കുറച്ച് നാളായെന്നും പോലീസിന് ബോധ്യമായിട്ടുണ്ട്. ഇതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി കൈക്കൊള്ളാനാണ് ജില്ലാ പോലീസ് ചീഫ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, ഉപ്പള.